സർജറി കഴിഞ്ഞു, പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മുട്ടിൽ പിടുത്തമുണ്ട്. റീസെന്റ് വന്നിരിക്കുന്ന ഒരു യൂട്യൂബ് കമന്റ് ആണ്. അത് മാത്രമല്ല, അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട് മടക്കാനും പറ്റുന്നുണ്ട്, ഡ്രൈവിംഗ് നടക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് മുട്ടിന്റെ മുൻഭാഗത്ത് ഒരു പെയിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഫുള്ള് സ്ക്വാട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്ക്വാട്ടിംഗ് എക്സസൈസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് നീ ഫ്ലെക്ഷനിൽ നിന്ന് എക്സ്റ്റൻഷനിലേക്ക് വരുന്ന ഒരു ടൈപ്പ് എക്സസൈസ് ആണ്. അതും നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡി വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഈ സ്ക്വാട്ടിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് പൊസിഷനിലേക്ക് വരാനായിട്ട്, പ്രത്യേകിച്ച് ഡീപ്പ് സ്ക്വാട്ടിംഗ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് സാധാരണ സ്ക്വാട്ടിംഗ് എക്സസൈസ് ഒക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ടൈം പീരീഡ് ഞങ്ങൾ വെക്കും. പ്രോപ്പറായിട്ട് റിക്കവറി നോക്കിയിട്ടും പ്രോപ്പറായിട്ട് കപ്പാസിറ്റി നോക്കിയിട്ടും 60 ഡിഗ്രി സ്ക്വാട്സും ഹാഫ് സ്ക്വാട്സും ഒക്കെ നോക്കിയിട്ടും അതിനുശേഷം മാത്രമായിരിക്കും ഒരു ഓപ്പൺ കൈനറ്റിക് ചെയിൻസ് വരെ നോക്കിയതിന് ശേഷമായിരിക്കും ഡീപ്പ് നീ സ്ക്വാട്ടിംഗ് പോലെയുള്ള എക്സസൈസിലേക്ക് ഞങ്ങൾ പോകുക. അപ്പോൾ ഈ പറയുന്ന രീതിയിലല്ല നിങ്ങൾ എക്സസൈസ് ചെയ്തതെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ സ്ക്വാട്ടിംഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ, ആദ്യമേ സ്ക്വാട്ടിംഗ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി കാരണം കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരിക്കുന്ന ലാഗ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, മെനിസ്കസ് ഇഞ്ചുറി വരാനും അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിരിക്കുന്ന മെനിസ്കസിനെ വീണ്ടും സർജറി ചെയ്യത്തക്ക രീതിയിലേക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടെത്തിക്കാനുമുള്ള ചാൻസ് ഇവിടെയുണ്ട്. കാരണം ഇത് ഡീപ്പ് നീ ഫ്ലെക്ഷൻ ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ വെറുതെ സ്ക്വാട്ടിങ് ചെയ്യാൻ എനിക്ക് ഇപ്പൊ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരുപക്ഷെ പെയിൻ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ജനറേറ്റ് ചെയ്യാം. ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ സ്ക്വാട്ടിംഗ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ സ്ക്വാട്ടിംഗ് എക്സസൈസ് നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അത് സക്സസ് ആയി എന്ന് വിചാരിച്ചത് നിങ്ങൾ ഏർലി ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് വന്നതിന് ശേഷം, ആ ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, പ്രോപ്പറായിട്ട് ഹീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഡീപ്പ് നീ സ്ക്വാട്ടിംഗ് എക്സസൈസും അത് അഡ്വാൻസ് നീ റേഞ്ച് ആക്ടിവിറ്റി ഒക്കെ വന്നതിന് ശേഷം മാത്രം സ്ക്വാട്ടിംഗ് എക്സസൈസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി.